ഹലോ, ഇതാണ് നെബുലൈസർ. ആവി പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. ഇവിടെ നിന്നൊരു പ്രഷർ വരും, അത് അതിൻ്റെ നെബുലൈസർ കിറ്റുണ്ട്. അത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഫ്യൂംസ് ആയിട്ട് പ്രഷർ കൊണ്ട് ഫ്യൂംസ് പോകും. അത് നമ്മൾ ശ്വസിച്ചെടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇത് വർക്കിംഗ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പ്രഷറൊക്കെ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ഊരി നോക്കാം, അഴിച്ച് നോക്കാം ഇതിലെന്തൊക്കെയുണ്ട്. ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിതുപോലെ ഓരോ സാധനങ്ങൾ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് അഴിക്കാം. പിന്നെ വേണ്ട, ഇതതിൻ്റെ മോട്ടറിൻ്റെ ഫാന്. മോട്ടർ ഇത് അത്യാവശ്യം ചൂടാണ്, നമുക്കിത് ഓണാക്കി നോക്കാം. പറഞ്ഞു ഇത്രേ ഉള്ളൂ ഒരു നെബുലൈസറിൻ്റെ ഉള്ളിൽ. എന്താ ഇവിടെ അഴിക്കാൻ നല്ല സ്ക്രൂ ഉണ്ട്, അപ്പം ഇതുകൂടെ അഴിച്ച് നോക്കാം. ചാർജില്ലാത്തതുകൊണ്ട് ഫോൺ കൈ പിടിച്ച് അഴിക്കൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ അതും അഴിച്ചെടുത്തു. ഈ രണ്ട് ട്യൂബ് ഇവിടെയാണ് വരുന്നത്. ഇത് പിസ്റ്റൻ്റെ പോർഷനാണ്. പിസ്റ്റൺ അഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇതെല്ലാം അഴിച്ചെടുക്കണം. പിസ്റ്റൺ അഴിക്കണമെങ്കിൽ ഇവിടെ വരും, അതിൻ്റെ ത്രെഡ് ഇവിടെ വരും. അതുകൂടെ നമുക്ക് അഴിക്കാം. നമ്മൾ ഇത് അഴിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇരുത്തുണ്ട്, ഈ പിസ്റ്റണും മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അഴിക്കണം. ഇത് അല്ലെങ്കിൽ വെച്ചഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതും അഴിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്ക്രൂ ഇവിടെ നിന്ന് ഊരിയെടുക്കുക. ഇത് വരും, ഇതിന് പുറത്തോട്ട് വലിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നെബുലൈസറിൻ്റെ ഭാഗം. ഇതാണ് ആ പിസ്റ്റൺ. മോട്ടർ ഇറങ്ങുമ്പോഴത്തേന് ഇതിങ്ങനെ കയറും, ഇറങ്ങും, അങ്ങനെ വരും. ഈ സാധനം ഡാമേജ് ആയാലും പ്രഷറൊന്നും വരത്തില്ല. ഇതാണ് ആ പ്രഷറിൻ്റെ എന്താ പറയുക, നമുക്ക് ട്യൂബിനകത്തേക്ക് പ്രഷർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡൈഫ്രം ബൾബ്. ഇത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പ്രഷർ വരത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നെബുലൈസർ. ഓക്കെ, ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾ അഴിച്ച് പണിയുന്ന വീഡിയോ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അഴിച്ച് പണിയലല്ല, നമുക്കിതുപോലെ ഓരോ സാധനം അഴിച്ച് അതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.